ഇന്ന് നമുക്ക് ചോറിന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈസി കറി റെസിപ്പി നോക്കാം. പച്ചക്കറി ഒന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതിനായിട്ട് പാൻ ചൂടായി വന്നപ്പോൾ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക്, ജീരകം, ഉലുവ, അതേപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 10-18 ഉള്ളി, അതേപോലെ തന്നെ ഒരു 10-15 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ എണ്ണയിൽ കിടന്നിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയിൽ നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഇതാ പൊടിയൊക്കെ ഒന്ന് മൂത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നല്ല ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നല്ലപോലെ കറി തിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ ഇതാ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക.